അസ്സലാമലൈക്കും. ഷാഹിദ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ പിടിച്ച വീഡിയോ അല്ല കേട്ടോ. ഞാൻ 2-3 ആഴ്ചയായി വീഡിയോ പിടിച്ചിട്ട്. അപ്പോൾ ഇന്നാണ് ഈ വീഡിയോ ഇടാനായിട്ട് ഞാനപ്പോൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് 2-3 ആഴ്ച മുമ്പ് മാമാൻ്റെ വീട് വാർപ്പ് ഉണ്ടായപ്പോൾ ഞാൻ പോയില്ലായിരുന്നു, നിൽക്കുകയാണ് പോയത്. അപ്പോൾ കുറച്ച് ചോറ് മസാല കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് വെച്ചിട്ട് അപ്പോൾ നമുക്കതിന് ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം ഇറച്ചി ചോറ് വെക്കണ പോലെ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് ആ കഴുകി ആ അരിയും വാരിയിടാട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടിയിട്ട് തീ കത്തിച്ചിട്ട് കുക്കറിൻ്റെ മൂടി ഒരു വിസിൽ അല്ല എയർ വന്നതിനായിട്ട് വിസിലിട്ടിട്ട് ഒരു 20 തീ കുറച്ചിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് മസാലക്കുള്ള സവാള നല്ലോണം വാട്ടിയിട്ട് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് ആ പച്ചമുളക് എല്ലാം കൂടി വന്നിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് പൊടി ഇട്ടിട്ട് അതിലേക്ക് മസാല ഇട്ട് ഇതേപോലെ നല്ലോണം ഇതാക്കിയിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും വെന്തിട്ട് ഇച്ചിരി നേരം അടച്ച് വെച്ചതിന് ശേഷം 20 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തുറന്നപ്പോൾ കറക്റ്റ് വേവായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ മസാലയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒപ്പം പുളിങ്കറിയോ പപ്പടോ കച്ചമ്പറോ എന്താണെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. എല്ലാവരും എൻ്റെ വ്ളോഗ് കാണണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് സാധാരണ ചിക്കൻ കറി വെക്കുമ്പോഴും മുളക് പൊടി ചേർക്കരുത് കേട്ടോ. മുളക് പൊടി ചേർക്കാണ്ട് പച്ചമസാല പോലെ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചോറ് ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെയൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.